നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ ശിവായ നമ ശിവായ നമ ശിവായ. നമ്മളിപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇടതുഭാഗത്ത് കാണുന്നത് വഴിപാട് കൗണ്ടറാണ് ദേവസ്വം ബോർഡിൻ്റെ. തൊട്ടടുത്ത് ക്ലോക്ക് റൂമും ഉണ്ട്. നമ്മുടെ നേരെ നമ്മൾ മുന്നിൽ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഗോപുരം, പടിഞ്ഞാറേ ഗോപുരം. തൊട്ട് മുന്നിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നടപ്പുരയിലാണ്. വലിയ നടപ്പുരയാണ്. നടപ്പുരയുടെ മധ്യത്തിലായിട്ട് ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് ഒരു നന്ദിയുണ്ട്. ഭഗവാൻ പരമശിവൻ്റെ വാഹനമായ നന്ദി, അതിനു മുകളിൽ ഭഗവാനും ഇരിക്കുന്ന ഒരു പ്രതിമയുണ്ട്, കണ്ടില്ലേ? നമ്മുടെ നേരെ ഇപ്പോൾ കാണുന്നത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമാണ്. കൊടിമരാണ് കാണുന്നത്. നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഈ അടപ്പുരയിൽ നിൽക്കുകയാണ്. രാജേട്ടൻ വഴിപാട് കൗണ്ടറിൽ നിന്ന് രസീത് എടുത്തു വന്നു. ഭക്തർക്കൊരു വിശ്വാസമുണ്ട്, ഭഗവാനോട് പറയാനുള്ളത് നന്ദിയുടെ ചെവിയിൽ പറഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദി അത് ഭഗവാനോട് പറയും എന്നാണ്. നമ്മൾ പറഞ്ഞത് കേൾക്കണേക്കാളും കൂടുതൽ നന്ദി പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും അത്രേ. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്ദിയുടെ ചെവിയിൽ സങ്കടങ്ങൾ ഓതാറുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടപ്പുരയിൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ഗോപുരം കടന്ന് ക്ഷേത്രത്തിലേക്ക് കടക്കാനായിട്ട്. ഇപ്പം നമ്മൾ ക്ഷേത്ര മതിൽക്കകത്തേക്ക് കടന്നു. നടയിൽ തന്നെ ഒരു ഭക്തൻ തുലാഭാരം വഴിപാട് നടത്തുകയാണ്. ഞാൻ കൗണ്ടറിൽ നിന്ന് കെടാവിളക്കിനുള്ള ഒരു റെസിപ്റ്റ് വാങ്ങി. ഒരു കുടം എണ്ണ കൊണ്ടാണ് കെടാവിളക്ക് തെളിയിച്ചത്. കെടാവിളക്കിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളിൽ കടന്ന് ഭഗവാനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് ഞങ്ങൾ പുറത്ത് കടന്നു. 11:30 മണിക്കാണ് രാജേട്ടൻ ചെയ്ത വഴിപാടിൻ്റെ പ്രസാദം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിനുള്ളിൽ നന്നായി തൊഴുതിന് ശേഷം, ഭഗവാനെ നന്നായി കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു. പുറത്ത് വന്നപ്പോൾ വടക്ക് ഭാഗത്ത് വില്ലുതീർത്ഥം കണ്ടു. വില്ലുതീർത്ഥം എന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ ആകൃതിയിലാണ് ഈ തീർത്ഥക്കുളം. നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. ഇവിടെ കുളിക്കാനുള്ള കടവൊക്കെ ഉണ്ട്, പടവുകളുണ്ട്, പിടിച്ചിറങ്ങാനുള്ള കമ്പിയൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളം. ഇതിന് പറയുക വില്ലു തീർത്ഥം എന്നാണ്. വില്ലിൻ്റെ ആകൃതിയാണത്രേ ഇതിന്. കണ്ടോ, നമ്മൾ നിൽക്കുന്ന ഭാഗം ഞാണിൻ്റെ ഭാഗവും മറുഭാഗത്ത് വളഞ്ഞ ആകൃതിയിലുള്ള വില്ലിൻ്റെ ആകൃതിയുമാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കൂ, കണ്ടോ, ദാ വളഞ്ഞ വില്ലിൻ്റെ ആകൃതിയിലുള്ള ഒരു തീർത്ഥക്കുളം. അതുകൊണ്ട് തന്നെ വില്ലു തീർത്ഥം എന്ന് പറയണത്. വില്ലു തീർത്ഥത്തിൽ കുളിച്ചു തൃപ്പാദത്തിൽ വില്വപത്രങ്ങളർച്ചിച്ചു എന്ന്. വില്ലു തീർത്ഥത്തിൽ കുളിച്ചിട്ടാണ് ഭഗവാന്റെ തൃപ്പാദത്തിൽ വില്വപത്രങ്ങൾ, അതായത് കൂവളത്തില അർച്ചിക്കുക എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ കുളിച്ചിട്ട് വേണം ഭഗവാനെ തൊഴാനായിട്ട് എന്നർത്ഥം. നമ്മളിപ്പോൾ കുളത്തിൽ നിന്ന് കയറിയിട്ട് ആ വലതുവശത്ത് അങ്ങേ അറ്റത്ത് കാണുന്നത് ശ്രീകൃഷ്ണൻ കോവിലാണ് കേട്ടോ. അവിടെ തൊഴണം. ഇനി ഇപ്പുറത്ത് നോക്കൂ, ഇവിടെ ഒരു വാതിൽ കണ്ടോ. ഇതിലേ പോയാൽ കുറച്ച് ദൂരെയാണത്. അന്തിമഹാകാളൻ കാവ് എന്ന് പറയും. അപ്പോൾ അന്തിമഹാകാളൻ കാവിലേക്ക് കുറച്ചധികം ദൂരമുണ്ട്. അതുകൊണ്ട് അവിടെ അടച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോയില്ല. കണ്ടോ, ഈ വഴി കൂടെ ഇറങ്ങി അങ്ങോട്ട് പോകണം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. ഇപ്പം ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു. അന്തിമഹാകാളൻ കാവിൽ നിന്ന് വന്ന ആളാണ് ഞങ്ങളുടെ മുന്നിൽ പോയത്. അയാൾ പറഞ്ഞു അവിടെ അടച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടേക്ക് ശ്രീകൃഷ്ണൻ്റെ കോവിലിലേക്ക് പോയി. ശ്രീകൃഷ്ണൻ കോവിലിൽ പോയി. ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു അമ്പലമാണ്, നല്ല ഒരു ക്ഷേത്രം തന്നെയാണ്. അവിടെയും പോയി തൊഴുതിന് ശേഷം വീണ്ടും വടക്ക് ഭാഗത്ത് കൂടെ ഇങ്ങനെ വരികയാണ്. ഇവിടെ നോക്കൂ, ഒരു ആമയുടെ ഒരു ഇത് കണ്ടില്ലേ, ആമ. ഇതാ കണ്ടോ, ഇതിലെയാണ് പുറത്തേക്ക് ആൾക്കാർ വരിക കേട്ടോ. ഉള്ളിൽ നിന്ന് തൊഴുതിട്ട് ഞങ്ങളും ഇതിൽ കൂടെ തന്നെയാണ് പുറത്തേക്ക് വന്നത്. ഏറ്റുമാനൂരപ്പനെ തൊഴുതിട്ട് പുറത്തേക്ക് വരുന്ന വഴിയാണ് ഈ കണ്ടത്. അപ്പോഴാണ് ഞങ്ങൾ കുളം കണ്ടത്. ഇവിടുന്ന് ശ്രീകൃഷ്ണൻ കോവിലും തൊഴുതു.
അന്തിമഹാകാളൻകാവിലേക്ക് പോയില്ല. ഇനി ഞങ്ങൾ ഇവിടുന്ന് ചുറ്റും വലം വയ്ക്കാൻ പോവുകയാണ്. ദാ ഈ കാണുന്നത് ഊട്ടുപുരയാണ്. നേരെ കാണുന്നത് വലിയ ഒരു ക്ഷേത്രാങ്കണം തന്നെയാട്ടോ. നോക്കൂ, ഇവിടുത്തെ മണലൊക്കെ പൂഴി മണലാണ് കേട്ടോ. ഇപ്പം നമ്മൾ കിഴക്ക് ഭാഗത്താണ്, ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് കേട്ടോ. പടിഞ്ഞാറോട്ടാണ് ദർശനം. അപ്പോൾ അവിടെ തൊഴുത് കഴിഞ്ഞ് വടക്ക് ഭാഗത്ത് കൂടെ ഇപ്പം കിഴക്കേ ഭാഗത്തെത്തി. കിഴക്ക് വശത്ത് ദാ അവിടെ കാണുന്നത് കിഴക്കേ ഗോപുരമാണ് കേട്ടോ. ഇതിലൂടെയും നമുക്ക് പുറത്തേക്ക് പോകാം. ഇവിടെയുണ്ട് ഒരു ദീപസ്തംഭമുണ്ട്, കുറേ ചെടികളൊക്കെ വച്ചിട്ടുണ്ട്. മണൽ കണ്ടോ, പൂഴി മണലാ. ദാ കിഴക്കേ നടയാണ് ഇവിടെ. വൈകുന്നേരം ആകുമ്പോഴേക്കും, രാവിലെ ഇപ്പം 10 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വിളക്കുമാടത്തിലൊക്കെ തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ദാ കിഴക്കേ നട കണ്ടോ, അവിടെ റോഡുണ്ട് കണ്ടോ, അതിലെ ആൾക്കാർ വരാൻ, വാഹനങ്ങളൊക്കെ പോണ കണ്ടില്ലേ. കിഴക്ക് ഭാഗം കിഴക്കേ ഗോപുരം. അവിടെ കുറേ എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. വിശേഷ അവസരങ്ങളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതാണ് ദീപസ്തംഭം. ദീപസ്തംഭത്തിൽ തിരി തെളിയിക്കാനുള്ള കോണിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കയറാനായിട്ട്. നമ്മളിപ്പോൾ തെക്ക് ഭാഗത്തെത്തി കണ്ടോ. വലിയ നടപ്പുര, ഇവിടുന്ന് തൊട്ട് അറ്റം വരെ നീണ്ട നടപ്പുരയാണ് അവിടെ. തെക്കേ നടയാണ് നമ്മളിപ്പോൾ കാണാൻ പോണത് കേട്ടോ. മതിലൊക്കെ കണ്ടോ, നല്ല ഹൈറ്റുള്ള മതിലാണ്. വലിയ ഒരു നടപ്പരയുണ്ട് ഇവിടെ. ഇത് തെക്കേ ഗോപുരമാണ് കാണുന്നത്. നേരെ ഇവിടെ തെക്കേ നടയാണ്. ഇതിക്കൂടെ നോക്കിയാലും ക്ഷേത്രത്തിനുള്ളിലേക്ക് കാണാൻ പറ്റും. ഓം നമഃ ശിവായ. അങ്ങനെ വന്നാൽ അവിടെ തിരുവരങ്ങാണ്. അവിടെ സ്റ്റേജൊക്കെ ഉണ്ട്. ഒരുപാട് വിസ്തൃതമായ സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രാങ്കണം. മുന്നിൽ കാണുന്ന കെട്ടിടം വളരെ പഴയ കെട്ടിടമാണെന്ന് തോന്നുന്നു. ഒരുപാട് പഴക്കമുള്ള ഓടുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടമാണ്. തിരുവരങ്ങാണ് ഇവിടെ. ഇവിടെ ആൾക്കാർ പരിപാടികൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഇരുന്ന് കാണാൻ പറ്റിയ നടപ്പുര. എല്ലാ ഭാഗത്തുനിന്ന് ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളങ്ങനെ തെക്ക് ഭാഗം കഴിഞ്ഞ് വീണ്ടും പടിഞ്ഞാറെത്തി. ആ സ്വർണ്ണ കൊടിമരം കാണാൻ ഭംഗിയായിട്ട് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ഇതാ എത്താണ്. തൊഴുത ആൾക്കാരൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്ന് തിരുവരങ്ങിൻ്റെ മുന്നിൽ അങ്ങനെ ഇരുന്ന് ഓം നമഃ ശിവായൊക്കെ ചൊല്ലിയിരിക്കാം. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വീണ്ടും നമ്മളെത്തി. അത് എവിടെയാ? ഇരിഞ്ഞാലക്കുട. നമുക്ക് വീണ്ടും ഇതിലേ ഉള്ളിലേക്ക് കടക്കാം. ഉള്ളിൽ പോയിട്ട് ഭഗവാനെ ഒന്നുകൂടി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് വന്നു. നമ്മൾ വന്ന വഴിക്ക് തന്നെ പുറത്തേക്ക് കടക്കുകയാണ്. ഇവിടെ അനന്തശയനത്തിൻ്റെ നല്ലൊരു ഛായാചിത്രമൊക്കെ ഉണ്ട്. സൂപ്പറാണ്. വിളക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പുറത്തേക്ക് വന്നു.
മുന്നിലെ നടപ്പുരയിൽ എത്താറായി. നമ്മൾ ഇറങ്ങിയ പടികളൊക്കെ വീണ്ടും കയറാണ്. ഓം നമഃ ശിവായ. ഭഗവാനെ രക്ഷിക്കണേ. എല്ലാവരെയും ഈ വീഡിയോ കണ്ട എല്ലാവരെയും ഭഗവാൻ പരമശിവൻ രക്ഷിക്കും. ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്നു. പുറത്ത് വന്നിട്ട് ഇവിടെ മുന്നിൽ കുറേ കടകളൊക്കെ ഉണ്ട്. ബ്രാഹ്മണ സമൂഹ മഠം. ദാഗലെ നിന്ന് നോക്കിയാൽ നടപ്പുരയുടെ ഭംഗി കണ്ടോ. ഇവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് പുസ്തകങ്ങൾ വാങ്ങി, സുന്ദരിക്ക് വള വാങ്ങി, സ്ലൈഡ് വാങ്ങി. മനോഹരമായ കാഴ്ചകളാണ് അല്ലേ. ഇത് കണ്ടാൽ തന്നെ എന്തു ഭംഗിയായിരിക്കും. കൃഷ്ണനും ഗണപതിയും വളയും തളയും മാലയും എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ നിന്ന് കുറച്ച് സ്ലൈഡ് എടുത്തു, പൊട്ടെടുത്തു, തലയിൽ കുത്തുന്ന സാധനങ്ങളൊക്കെ എടുത്തു. കുട്ടിക്കെടുത്തു, എനിക്കെടുത്തു. അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ എടുത്ത് വാങ്ങി ഞങ്ങൾ കാറിൽ കയറി തിരിച്ചു പോന്നു. ഏകദേശം 1 മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പ്രസാദം എടുത്ത് കഴിച്ചു. അപ്പോൾ വിശപ്പ് മാറി.